ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2024-25 കേന്ദ്ര ബജറ്റ് സുസ്ഥിരവുമായ സമ്പദ്വ്യവസ്ഥയുടെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു. ഇടക്കാല ബജറ്റ് അടിസ്ഥാനമാക്കി ഊർജ്ജസുരക്ഷയ്ക്കും കാർഷിക സുസ്ഥിരതയ്ക്കും ബജറ്റ് മുൻഗണന നൽകുന്നു. കാറ്റ്, സൗരോർജ്ജം അല്ലെങ്കിൽ ജലവൈദ്യുതി പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ ഉത്പാദനം, വിതരണം അല്ലെങ്കിൽ ഉപയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളെയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഊർജ്ജ സ്റ്റോക്കുകൾ സൂചിപ്പിക്കുന്നത്. ആധുനിക ലോകത്ത് പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നൽകുന്ന ഒന്നാണ് ഗ്രീൻ ഹൈഡ്രജൻ. വ്യവസായങ്ങളുടെ ഡീകാർബണൈസേഷൻ, ഫോസിൽ ഇന്ധനങ്ങളോടുള്ള ആശ്രിതത്വം കുറയ്ക്കൽ, കൂടുതൽ സുസ്ഥിരമായ ഊർജ്ജലഭ്യത എന്നിവയെല്ലാം ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളാണ്. ഇന്ത്യയിലെ ഗ്രീൻ ഹൈഡ്രജൻ വിപണി 2030 വർഷത്തോടെ $15-20 ബില്യൺ വാല്യുവേഷനിലെത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഏതാനും ഗ്രീൻ ഹൈഡ്രജൻ ഊർജ്ജ ഓഹരികളെക്കുറിച്ചുള്ള വിശദാംശം നോക്കാം. JSW എനർജി. JSW എനർജി ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദനം, പ്രക്ഷേപണം, വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പവർ കമ്പനിയാണ്. ഇത് JSW ഗ്രൂപ്പിന്റെ ഭാഗമാണ്. JSW എനർജി ലിമിറ്റഡ് തെർമൽ, ഹൈഡ്രോ എന്നിവയുൾപ്പെടെ വിവിധ ഊർജ്ജ സെഗ്മെന്റുകളിലുടനീളം പ്രവർത്തനങ്ങളുമായി ഊർജ്ജ മേഖലയിലെ ഒരു മുൻനിര ഓഹരിയാണ്. പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജ വിപുലീകരണത്തിലും തന്ത്രപരമായ വളർച്ചാ സമീപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജ ഭാവിയിൽ ഒരു പ്രധാന സംഭാവനയായി കാണുന്നു. JSW എനർജി ലിമിറ്റഡും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും പ്രാഥമികമായി കർണാടക, മഹാരാഷ്ട്ര, നന്ദ്യാൽ, സാൽബോണി എന്നിവിടങ്ങളിലെ ഊർജ്ജ ആസ്തികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. JSW ഗ്രൂപ്പിന്റെ പവർ ബിസിനസിന്റെ ഹോൾഡിംഗ് കമ്പനിയാണിത്. ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജെവി കമ്പനിയും ടർബൈനുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അസോസിയേറ്റും കമ്പനിക്കുണ്ട്. ടെക്നിക്കൽ പെർഫോർമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 69.32%, പബ്ലിക് 0.2%, FII 15.37%. ടെക്നിക്കൽ ലെവൽ. ഓൾ ടൈം ഹൈ 795, 52 വീക്സ് ഹൈ 795, ലാസ്റ്റ് വീക്ക് ഹൈ 789. ചരിത്രപരമായി ഈ സ്റ്റോക്ക് സമാന ശ്രേണികളിൽ നിന്ന് പുറത്തുകടക്കുന്ന ഒരു പാറ്റേൺ പ്രകടമാക്കിയിട്ടുണ്ട്. ആ പ്രതിരോധ നിലകൾ ശക്തമായ പിന്തുണയിലേക്ക് മാറുന്നത് കാണാൻ മാത്രം. നിലവിൽ JSW എനർജി ഒരു ആങ്കർ കോളം പാറ്റേൺ പ്രദർശിപ്പിക്കുന്നു. ഇത് ഡിമാൻഡ് സോണിന്റെ വിജയകരമായ പരീക്ഷണത്തിന് ശേഷം സംഭവിക്കുന്നു. ഈ ബുള്ളിഷ് ഫോളോ ത്രൂ സ്റ്റോക്ക് ഒരു പുതിയ ബുള്ളിഷ് ഘട്ടത്തിലേക്ക് നയിക്കുമെന്നതിന്റെ ശക്തമായ സൂചനയാണ്. ഇന്ത്യയുടെ ഊർജ്ജമേഖലയിലെ പുതുക്കിയ വീര്യത്തിൽ നിന്ന് അത് നേട്ടമുണ്ടാക്കുന്നതിനാൽ പുതിയ ഉയരങ്ങൾ സ്കെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അദാനി ഗ്രീൻ എനർജി. ഇന്ത്യയിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ കമ്പനിയാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇത് ഭൂരിപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ കമ്പനിയായ അദാനി ഗ്രൂപ്പും ന്യൂനപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടോട്ടൽ എനർജീസുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫോട്ടോവോൾട്ടേക് പ്ലാന്റുകളിലൊന്നായ കമുത്തി സോളാർ പവർ പ്രോജക്ട് കമ്പനി പ്രവർത്തിപ്പിക്കുന്നു. ടെക്നിക്കൽ പെർഫോർമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 57.52%, പബ്ലിക് 24.11%, FII 16.91%. ടെക്നിക്കൽ ലെവൽ. ഓൾ ടൈം ഹൈ 3050, 52 വീക്സ് ഹൈ 2174, ലാസ്റ്റ് വീക്ക് ഹൈ 2019. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ഒരു പ്രമുഖനും ഗ്രീൻ ഹൈഡ്രജൻ സ്പേസിലെ ഒരു പ്രധാന ഓഹരിയാണ്. ഭാവിയിലെ വളർച്ചാ മാർഗമായി ഗ്രീൻ ഹൈഡ്രജൻ സംയോജിപ്പിക്കാനുള്ള പദ്ധതികളോടെ കമ്പനി സൗരോർജ്ജ, കാറ്റ് ഊർജ്ജ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആഗോള ഊർജ്ജ പരിവർത്തന ലക്ഷ്യങ്ങളുമായി യോജിച്ചുകൊണ്ട് ഹരിത ഹൈഡ്രജൻ കഴിവുകൾ വിപുലീകരിക്കാൻ അദാനി ഗ്രൂപ്പ് ഗണ്യമായ നിക്ഷേപങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജി ഗ്രീൻ ഹൈഡ്രജനിൽ അഭിലഷണീയമായ പദ്ധതികളുള്ള ഉയർന്ന വളർച്ചയുള്ള പുനരുപയോഗ ഊർജ്ജ കമ്പനിയെ പ്രതിനിധീകരിക്കുന്നു. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. തെർമാക്സ് ലിമിറ്റഡ്. ഊർജ്ജം, പരിസ്ഥിതി, രാസമേഖലകൾ എന്നിവയ്ക്ക് തെർമാക്സ് ലിമിറ്റഡ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ ബോയിലറുകളും ഹീറ്ററുകളും, അബ്സോർപ്ഷൻ ചില്ലറുകൾ, ഹീറ്റ് പമ്പുകൾ, പവർ പ്ലാന്റുകൾ, സോളാർ ഉപകരണങ്ങൾ, വായു മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ സിസ്റ്റം, വാട്ടർ ആൻഡ് വേസ്റ്റ് റീസൈക്കിൾ പ്ലാന്റ്, അയോൺ എക്സ്ചേഞ്ച് റെസിൻ, പെർഫോമൻസ് കെമിക്കൽസ്, അനുബന്ധ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 61.98%, പബ്ലിക് 4.5%, FII 15.15%. ടെക്നിക്കൽ ലെവൽ. ഓൾ ടൈം ഹൈ 5839, 50 വീക്സ് ഹൈ 5839, ലാസ്റ്റ് വീക്ക് ഹൈ 5575. ഹൈഡ്രജൻ അധിഷ്ഠിത ഫ്യൂവൽ സെൽ, ഹൈഡ്രജൻ ബോയിലേഴ്സ്, ഹൈഡ്രജൻ നാച്ചുറൽ ഗ്യാസ് ബ്ലെൻഡിംഗ് തുടങ്ങിയ മേഖലകളിലും കമ്പനി ബിസിനസ് വികസനത്തിന് ഒരുങ്ങുകയാണ്. ഇൻഡസ്ട്രിയൽ ഉപയോക്താക്കൾക്ക് ഗ്രീൻ ഹൈഡ്രജൻ ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ സെറസ് പവർ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനായി വലിയ തോതിലുള്ള സോളിഡ് ഓക്സൈഡ് ഇലക്ട്രോലിസിസ് സെല്ലുകൾ നിർമ്മിക്കാൻ തെർമാക്സ് സെറസ് പവറുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. സ്റ്റീൽ, റിഫൈനറികൾ തുടങ്ങിയ വ്യവസായങ്ങളെ ലക്ഷ്യമിട്ട് വ്യാവസായിക മാലിന്യ ചൂട് പ്രയോജനപ്പെടുത്തുന്ന കാര്യക്ഷമമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ സഹകരണം ലക്ഷ്യമിടുന്നത്. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. സുസ്ഥിരമായ ഭാവിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സായി ഗ്രീൻ ഹൈഡ്രജൻ ശ്രദ്ധ നേടുന്നു. പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള മുന്നേറ്റം ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ഹൈഡ്രജൻ കമ്പനികളെയും ഹരിത ഹൈഡ്രജൻ വിപ്ലവത്തിന്റെ മുൻനിരയിൽ നിർത്തി. അതിനാൽ ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ ഡീകാർബണൈസേഷനും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിനും മുൻഗണന നൽകുന്നു. ഇത് ഇന്ത്യയിൽ ഹരിത ഹൈഡ്രജൻ ഓഹരികളുടെ വർധനവിന് കാരണമാകുന്നു. Thank you.